ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നബിദിന പരിപാടിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. രാത്രിയിൽ ഞങ്ങൾ കുട്ടികളെ പരിപാടി കാണാൻ പോണതും നമ്മൾ സോനുവിൻ്റെ പാട്ടും ദഫൊക്കെ കുറേശ്ശെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഞാനും ടുട്ടും ലിൻമോളും കൂടി ചെറിൻ്റെ കൂടെ വണ്ടിമേലാണ് പോയിട്ടുണ്ടായിരുന്നത്. സോനു ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ പരിപാടി കഴിച്ചാൻ വേണ്ടിയിട്ട്. ഉദ്ഘാടന പരിപാടി കഴിഞ്ഞേക്കിന് തന്നെ കുട്ടികളെ പാട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനങ്ങനെ എല്ലാ കുട്ടികളെ പാട്ടും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യമായിട്ട് നമ്മൾ സോനുവിൻ്റെ പാട്ട് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ചില കുട്ടികളെ പാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുട്ടീൻ്റെ പാട്ട് കഴിയണോട് കൂടി ഇനി നമ്മൾ സോനുവിൻ്റെ പാട്ടാണ് കേട്ടോ. അപ്പം ഇനി സോനുവിൻ്റെ പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സോനുവിൻ്റെ പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പാടുന്നത് നമ്മളെ സോനു ആണ് കേട്ടോ. അഭിപ്രായം പറയണേ. സ്വാഗതമോ മണ്ണിലും നമ്മളെ സോനുവിൻ്റെ പാട്ട് ഇവിടെ കഴിഞ്ഞു കേട്ടാ.
ഓന് ജലദോഷം പിടിച്ചതുകൊണ്ട് തന്നെ കൂറ്റിന് ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ച് ഓൻ പാടിയിട്ടുള്ളൂ. എന്നാലും നന്നായി പാടി എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. അപ്പോൾ അതാ നമുക്ക് ഉറക്കം വരാതിരിക്കാനുള്ള ചായ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ചായയും കുടിച്ചുകാണ്ട് കുട്ടികളെ പാട്ടും കണ്ടിങ്ങനെ ഇരുന്ന് ഏതായാലും പാട്ട് ഇവിടെ കഴിഞ്ഞേക്കണു. സോനല്ല കേട്ടോ ലാസ്റ്റ് പാടിയത്, വേറെയും കുറേ കുട്ടികൾ പാടാണ്ടായിരുന്നു. എല്ലാം പാടൊന്നും ഞാൻ വീഡിയോയിൽ ചേർത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ തുടങ്ങുന്ന ബുർദയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ബുർദൻ്റെയും ചെറിയൊരു ഭാഗം മാത്രം ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം പാട് കൊടുക്കുമ്പോഴത്തേന് വീഡിയോ ഒരുപാട് ലെങ്ത് ആവൂട്ടാ. ഒരുപാട് ലെങ്തി ആയിട്ട് വീഡിയോ ഇട്ടാൽ പിന്നെ ആർക്കും കാണാൻ വല്ല താല്പര്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും മതിയാക്കി പോകും. അതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കിയാണ് ഇട്ടിട്ടുള്ളത്. എല്ലാ പരിപാടിയും കൂടി ഒന്നും നമ്മൾ ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ. മദ്രസിലെ പരിപാടി കാണാനായിട്ട് ഇഷ്ടം പോലെ ഉമ്മമാരും ഉപ്പമാരും കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇരിക്കാനൊന്നും സ്ഥലം തന്നെ ഉണ്ടായിരുന്നില്ല, അത്ര ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ പാടെ വീഡിയോ എടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത പോലെ അയക്കാരം കൂടുതലും. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി വെറുതെ വീഡിയോക്ക് വലിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ പരിപാടി കാണാനായിട്ട് പോവലുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് കുട്ടികളെ പരിപാടിയൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. പാവാണല്ലേ നമ്മളെ മക്കളെ. എത്രയോ ദിവസമായി ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസും കാര്യങ്ങളും. എൻ്റെ സോനുവിനെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഒഴിവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ അല്ലേ ഇപ്പം എല്ലാ മക്കളും എത്ര ദിവസമായി ഈ ഒരു ദിവസത്തിന് വേണ്ടി എല്ലാ മക്കളും വെയിറ്റ് ചെയ്തിരിക്കുന്നല്ലേ. ഉസ്താദുമാരും ഇതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിറവിനാമറിയാതെ തുറന്നുമല്ലേ പറന്നു നാമുയർന്നപ്പോൾ മണം മാറുന്ന പിറവിനാമറിയാതെ തുറന്നുമല്ലേ പറന്നു നാമുയർന്നപ്പോൾ മണം മാറുന്ന ദുനിയാവ് ഒരു വിടത്താവണം ദുനിയാവ് ഒരു വിടത്താവണം നേരി നൂറേ കമാല് അലമുൽ മുദാരിദി ലങ്കും ജമാൽ ആലമിൻ അനുഗ്രഹം നൂറേ കമാല് അലമുൽ മുദാരിദി ലങ്കും ജമാൽ ആദര കനിമരം റസൂലേ ആസ്വരം തരുവരം മൈറാം ഷഹീദ് ആലമിൻ അനുഗ്രഹം നൂറേ. നമ്മുടെ ചായൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ബത്തക്ക ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുത്ത ബത്തക്ക ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചോറും കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നുകാണ്ട് ഇനി ഇത് കഴിച്ചു കാണാൻ കിടന്നുറങ്ങിയാൽ മതി. ഇനി നമുക്ക് സ്റ്റേജിൽ സ്കൗട്ടിൻ്റെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. കൊണ്ട് നടന്നാലും ദിവസം സുഖാനെ കൊണ്ട് മരിച്ചാലും ദുർഭാഗ്യം കൈമാനെ ആരോരം തുണയില്ലാതെ കരയുമ്പോൾ അകതാരിൽ തഴുകുന്നു
എന്റെ ആടുന്ന ഹൃദയത്തെ നാടി തട്ടിയിരുന്നിട്ട് ആശ്വാസം പകരുന്ന ജീവേ ആരും തുണയില്ലാതെ നമ്മൾ കരയുമ്പോൾ പകരായി കഴുകുന്ന നൂറേ എന്റെ ആടുന്ന ഹൃദയത്തെ നാടി തട്ടി. ഇനി ലാസ്റ്റത്തെ പരിപാടിയാണ് നമ്മൾ ദഫ് ഇട്ട നമ്മളെ സോനുവിൻ്റെയും കൂട്ടരെയും ദഫാണ് ഇനി സ്റ്റേജിൽ അരങ്ങേറാനായിട്ട് പോണത്. രണ്ട് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞേക്കിന് തന്നെ നമ്മളെ കുട്ടികൾക്ക് നോട്ടുമാല ഇടണോലും ഉണ്ട് കേട്ടാ. എല്ലാ സ്റ്റെപ്പിൻ്റെയും കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദഫൊക്കെ സ്റ്റേജിൽ നല്ല ഉഷാറായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളെ. പക്ഷേ ഇവിടെ രണ്ടാളും ഇന്നെ ഒരു തൊയിലും തരുന്നുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് പോവണം, ഉറക്ക് വന്നിക്കണമെന്ന് പറഞ്ഞ്. ദഫ് മുഴുവനൊന്നും കഴിഞ്ഞിട്ടില്ല, ഒരുവിധം കഴിയാനൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ കുട്ടികൾ ഇങ്ങനെ കരയണോണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ റബീഉൽ അവ്വലിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. താങ്ക്